ഹലോ മുത്തുമണികളെ, സന്തോഷം കൊണ്ട് ചെയ്യുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ. അതായത് കർമ്മ ഈസ് ബൂമറാങ് എന്ന് പറയാറുണ്ട്. അപ്പം ഞാൻ എൻ്റെ ഒരു ഗർഭകാലഘട്ടത്തിനെ കുറിച്ച് ഞാൻ പണ്ട്, അതായത് ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയ ഒരു സമയത്ത് എൻ്റെ ഗർഭാവസ്ഥയെക്കുറിച്ച് ഞാൻ എവിടെയോ ഒരു വീഡിയോ ഇട്ടു. അപ്പം പിന്നെ നാട്ടിലുള്ള ജനങ്ങളെ മുഴുവൻ പാവം പിടിച്ച ഉമ്മയാണ്, എത്തി മക്കളുടെ ഉമ്മയാണ് ഞാൻ എന്ന് പറഞ്ഞുകൊണ്ട് നാട്ടുകാരെ പറ്റിച്ചു കൊണ്ടിരുന്ന ഒരു സമയത്തായിരുന്നു ഞാൻ വീഡിയോകളുമായി പ്രത്യക്ഷപ്പെട്ടത്. അങ്ങനെ വീഡിയോകളുമായി പ്രത്യക്ഷപ്പെട്ട് കഴിഞ്ഞപ്പോൾ ഒരുപാട് കളവുകൾ നാട്ടുകാർക്ക് മനസ്സിലാവാൻ തുടങ്ങി. അങ്ങനെ അയ്യോ പൊത്തോ പാപം BP കൂടിയും കുറഞ്ഞും ഒക്കെ ഇരുന്ന ഞമ്മൻ്റെ ഉമ്മാനെ, പാവപ്പെട്ട ഉമ്മാനെ നാട്ടുകാർ തിരിച്ചറിഞ്ഞു. അങ്ങനെ ഇരിക്കുമ്പോൾ നാട്ടുകാർ ഞാൻ പറയുന്നത് വിശ്വസിക്കാതിരിക്കാൻ വേണ്ടി നമ്മുടെ പാവപ്പെട്ട ഉമ്മ ഒരു തന്ത്രം ഉപയോഗിച്ചു. എന്താണ് ആ തന്ത്രം എന്നറിയാമോ? എൻ്റെ ഭർത്താവ് സുഖമില്ലാതെ ഹോസ്പിറ്റലിൽ കിടക്കുന്ന സമയത്ത് ഞാൻ എൻ്റെ സുഹൃത്തുമായി ചേർന്ന് ഹോട്ടലിൽ റൂമെടുത്ത് എന്തോ മോളെ കർമ്മ എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. നിനക്കൊന്നും ചിന്തിക്കാൻ പറ്റാത്ത എക്സ്ട്രീം ലെവലിൽ കൂടി ഞാൻ ജീവിതം കടന്നുപോയ എൻ്റെ ഒരു ജീവിത കഥ പറഞ്ഞപ്പോൾ അതിൽ നിന്നും ഞാൻ ചിന്തിക്കുക പോലും ചെയ്തിട്ടില്ലാത്ത, എനിക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്തൊരു ആരോപണം നീ ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു. മോളെ, ഇന്ന് നിന്റെ ഗർഭാവസ്ഥയിൽ നിനക്ക് ഞാൻ ചെയ്ത എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് നിനക്ക് സാധിക്കുന്നുണ്ടോടി? പകരം പടച്ച റബ്ബ് നിന്നെ ഒരു പേപ്പട്ടിയെ പോലെ അലയിപ്പിക്കുന്നത് കാണുന്നുണ്ടോ? ഈ ഒരു ഗർഭ അവസ്ഥയിൽ നീ ഒരു പേപ്പട്ടി അലയുന്നത് പോലെ അലയുന്നത് കാണുമ്പോൾ എനിക്കൊരു സഹതാപവും തോന്നുന്നില്ല കുട്ടി. അല്ലെ കൊച്ചേ? അല്ല 25 വയസ്സല്ലേ? കൊച്ചേ, എനിക്കൊരു സഹതാപവും തോന്നുന്നില്ല. കാരണം അമ്മാതിരി എൻ്റെ ഉമ്മാനെയും ഷെഫീന താത്തയുടെ ഉമ്മാനെയും അതുപോലെ ഒരു ക്യാൻസർ പേഷ്യൻ്റായ എൻ്റെ ആഷേച്ചീനെയും എൻ്റെ മോളെയും, എൻ്റെ ഹൗവേനെ പറഞ്ഞേനല്ല, എൻ്റെ ഐഷൂട്ടീനെ നീ എന്തെല്ലാം അടി പറഞ്ഞേ? കെട്ടാച്ചരക്കാണ്. എന്താ എൻ്റെ മോൾക്ക് വന്ന കല്യാണാലോചനകൾ നീ കേൾക്കണോടി. പോലീസ് ഓഫീസേഴ്സാണ് എൻ്റെ മോൾക്ക് കല്യാണാലോചന നടത്തിയിരിക്കുന്നത്. അപ്പോ പുന്നാര മോളുടെ വീട്ടിൽ നടക്കുന്ന സംഭവ വികാസങ്ങൾ എന്ന് പറഞ്ഞാൽ എൻ്റെ പൊന്നു മുത്തുമണികളെ, നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്ത സംഭവ വികാസങ്ങളാണ്. പുള്ളിക്കാരത്തീരെ മോള് കമന്റ് ഇടാൻ തുടങ്ങി. മുത്തുമണീസേ, നോക്കൂ എന്തെല്ലാണ് ഈ കൊച്ചു കേരളത്തില്. അത് മാത്രല്ല, പുള്ളിക്കാരിത്തി അറ്റുനോറ്റുണ്ടായൊരുണ്ണി, കാത്തുണ്ടായൊരുണ്ണി, അമ്പോറ്റിക്കണ്ണൻ്റെ ചുണ്ടിൽ കുമ്പിട്ടു കിട്ടിയ പുണ്യം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കൈ വളരുന്നോ കാല് വളരുന്നോ എന്ന് പറഞ്ഞു നോക്കിയ മോള് ഇവൾക്കെതിരെ തിരിഞ്ഞിരിക്കുന്നു. ഇവളുടെ വീഡിയോസിന്റെ അടിയിൽ വന്നിട്ട് കമന്റ് ഇടുക, പേപ്പിച്ചി എന്ന് വിളിച്ച് അലമുറ ഇട്ടുകൊണ്ടിരുന്ന മോള് ഇപ്പൊ ആ തന്ത്യാനെ വിളിച്ചത് എന്തുവാ അതാ നോക്കിക്കോ, പോടോന്ന്. പോടാ. അയ്യോടാ. അല്ല, മോൾ എന്തായിരിക്കും അങ്ങനെ വിളിച്ചത്? പോടോ എന്നൊക്കെ വിളിക്കാനും മാത്രം എന്താ ചെയ്തേ? എന്തായാലും ഭയങ്കര സംഭവ വികാസങ്ങളാണ് നടക്കുന്നത്. നമ്മുടെ അല്ലുടായിപ്പ് ടീംസിന്റെ മകൾ ഒരു ചാനലും എടുത്തും കൊണ്ട് വന്നിട്ടുണ്ട് ഗൈസ്. ഇനി നമുക്ക് എന്തെല്ലാം കാണാം, എന്തെല്ലാം കേൾക്കാം. പിന്നെ അവിടെ ആ നാട്ടില് സത്യത്തില് ഒരു നാടകപ്പുര പോലെയാണ് ഇവരുടെ ഫാമിലി എന്നാണ് അറിയുന്നത്. ഒന്നാമത് പള്ളിയുടെ ഫ്രണ്ടിലാണ് ഇവരുടെ വീട് വരുന്നത്. ഈ പള്ളിയിൽ നിന്ന് ഒരുപാട് തവണ ഇവർക്ക് വാർണിംഗ് കൊടുത്തു കഴിഞ്ഞു.
എന്നിട്ടും അയ്യോ, ആ നാട്ടിലുള്ളവർ പറയണ എന്താണെന്നറിയാമോ, ഒരു തരം ഈ മെഗാ സീരിയൽ കാണുന്ന പോലെയാണ് ആ ഒരു ഫാമിലി ഇപ്പം അവിടെ കിടന്ന് അഴിഞ്ഞാടുന്നത് എന്ന്. അയ്യോ, എന്നിട്ട് അത് മാത്രമോ, അത് ഞാൻ അറിഞ്ഞ് കഴിഞ്ഞ് പറയേണ്ട കാര്യമില്ല. പക്ഷെ പുള്ളിക്കാരത്തി എന്താക്കിനു, പുള്ളിക്കാരത്തി അത് വീഡിയോ എടുത്ത് അങ്ങ് പബ്ലിക്കാക്കി. നമ്മളൊക്കെ നമ്മളെ വീട്ടിൽ പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യൂടാ, നമ്മളത് പരിഹരിക്കാൻ നോക്കും അല്ലേ, നാലാളറിയെ പരിഹരിക്കാൻ വേണ്ടിയിട്ട് നോക്കും. ഇത് നാലാളല്ല, 40,000 ആൾക്കാർ, 40ഉം അല്ല 60,000 ആൾക്കാർ, 60,000 അല്ലല്ലോ, 70,000 ആൾക്കാർ. ഇത് മാത്രം എന്തായാലും 1,00,000 കൂടുതൽ ആൾക്കാരെ കണ്ട് വിലയിരുത്തി കഴിഞ്ഞ ഒരു സംഭവ വികാസമാണ് മുത്തുമണി. മോളെന്താ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് എൻ്റെ മോളുടെ പേരിൽ എന്തോ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, എൻ്റെ മോളുടെ സ്കൂളിൽ വരും ക്രിമിനൽ രായമ്മയുടെ മകൾ. മോളെ, നിന്റെ മോളൊരു ചാനൽ എടുത്തോണ്ട് വന്നിട്ടുണ്ട് നിന്റെ അഴിഞ്ഞാട്ട കഥകൾ പറയാൻ വേണ്ടിയിട്ട്. എന്തെല്ലാം കേൾക്കണോ ആവോ. എന്തായാലും അതവിടെ നിൽക്കട്ടെ. നീ ഞൊണ്ടിക്കാലീന്ന് വിളിച്ച ഒരാളുണ്ടല്ലോ, ഞമ്മൻ്റെ സ്വന്തം ഷഫീന താത്തരുത് കളിക്കല്ലേ എന്ന് ഞാൻ 100 വട്ടം പറഞ്ഞതല്ലേ ഡി മോളെ. എന്തായാലും ആയിത്താനെ ഇന്ന് സൈബർ സെല്ലിൽ നിന്നല്ലല്ലോ, ബാലാവകാശ കമ്മീഷനിൽ നിന്നും വിളിച്ചിട്ടുണ്ടായിരുന്നു. മോളുടെ ചാനലിൽ തന്നെയുള്ള 16 വീഡിയോകളുടെ ലിങ്കുകൾ അവര് നടക്കാൻ വയ്യാത്തവര്, വയ്യ പനിയെടുത്തിട്ട് കിടപ്പിലായി അവര് കാറ് പിടിച്ച് ബാലാവകാശ കമ്മീഷനിൽ പോയി തെളിവ് കൊടുത്തു. മോളെ മൊയ്യ് കൊടുത്തെന്ന്, മൊയ്യ് എന്തുവാ മൊയ്യ് കൊടുത്തത്രേ. മൊയ്യ് മാത്രമല്ല, 16 വീഡിയോയുടെ ലിങ്കും കൂടി അയച്ചു കൊടുത്തിട്ടുണ്ട്. വീഡിയോ മാത്രമല്ല, നിന്റെ ലൈവ് അട്ടഹാസ ലൈവ് ഉണ്ടല്ലോ, ഇതെല്ലാം കൂടി കൊണ്ടുവന്ന് കൊടുത്തു അത്രേ. ഇപ്പൊ മോള് മാത്രമല്ലേ പോയുള്ളൂ, മിക്കവാറും മക്കളും കൂടി പോകാനുള്ള സാധ്യതയുണ്ട്. ഇനിയും മോള് ഒതുങ്ങിയില്ല എങ്കിൽ നിന്റെ മോള് നിന്റെ ഉമ്മാന്റെയും വാപ്പാന്റെയും അടുത്താണ് ഉള്ളത്. പക്ഷെ നിന്റെ ബാക്കിയുള്ള 2 മക്കളും മിക്കവാറും സർക്കാർ കേന്ദ്രങ്ങളിലേക്ക് പോകും. ഒന്ന് അടങ്ങ് കൊച്ചേ, ഗർഭിണിയല്ലേ. ഞാനൊക്കെ ഗർഭിണിയായിരിക്കുന്ന സമയത്ത് എനിക്കൊന്നും ഒച്ചത്തിൽ സംസാരിക്കാൻ പോലും പറ്റൂലായിരുന്നു കേട്ടോ. ഭയങ്കര വയറുവേദനയാണ്, വയറിന്റെ പൊക്കിളിന്റെ താഴ്ഭാഗം ഭയങ്കര വേദനയായിരിക്കും ഒച്ചത്തിലൊന്ന് സംസാരിച്ചു കഴിഞ്ഞാൽ. ഇതെന്താ ഈ കാണുന്നേ? ആ കൊച്ചു ഇങ്ങനെ വിചാരിക്കും. ഒന്നാമത് അതിൻ്റെ അകത്ത് AC-യും ഇല്ല, വെട്ടവും ഇല്ല, വെളിച്ചവും ഇല്ല, നേരാമണ്ണം നല്ല ആഹാരം ഇട്ട് തിന്നാനും കിട്ടുന്നില്ല. ഉള്ള ഹോട്ടലിലുള്ള കുപ്പൂസും മയോണൈസും മൊത്തം അടിച്ച് കയറ്റുകയും ചെയ്യും. ആ കൊച്ചിൻ്റെ അടുത്ത് കാണിക്കുന്നതോ ക്രൂരത. എന്നിട്ട് ആ വായിട്ടുള്ള അലപ്പും എന്താണ് എൻ്റെ മോളെ. ഇനിയിപ്പോ ഒരുപാട് ആൾക്കാർ വന്നിട്ട് പറയും, അയ്യോ ചോർച്ചർ ചെയ്യുന്നു, ഇവള് കാണിക്കുന്നതെന്ന് നിങ്ങൾ കാണുന്നില്ലേടെ. ഇത് എവിടെയാണ് കൊണ്ടുവന്ന് പോസ്റ്റ് ചെയ്യണത്? ആ നാട്ടിലുള്ളവർക്കാണെങ്കിൽ സ്വൈര്യമില്ലെന്നാണ് പറയണത്. എന്തൊരു ജന്മമാണെന്നാണ് പറയണത്. ഇനി എന്തെങ്കിലും വന്നൊന്ന് പറയാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അപ്പൊ പോവും കാമുകിയും കൂടി കാറ് കൊടുത്തുകൊണ്ട് അതുങ്ങളുടെ വീട്ടിന്റെ ഫ്രണ്ടിൽ ചെന്ന് കാ ഭൂ മീ കാ എന്നും പറഞ്ഞുകൊണ്ട് ആ വീട്ടിലുള്ള ആണുങ്ങളെ ആ നാട്ടിലുള്ള സർവത്ര പെണ്ണുങ്ങളെയും ചേർത്ത് വെച്ച് പറയും. ആ വീട്ടിലുള്ള പെണ്ണുങ്ങളെ ആ നാട്ടിലുള്ള സർവത്ര ആണുങ്ങളെയും ചേർത്ത് വെച്ച് പറയും. ഇത് പേടിച്ചിട്ട് ഈ ആൾക്കാരെന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വക മിണ്ടാനും വരൂല. എന്നാലും ഒരു ഇനി ഇത് കഴിഞ്ഞിട്ടും തീരുന്നില്ല. റഹീമ കൊണ്ടുവന്ന് കൊടുത്തിട്ടുണ്ട്. അതായത് റഹീമിന്റെ എക്സ് വൈഫായിരുന്ന ഒരു ക്രിമിനൽ ആയിട്ടുള്ള സ്ത്രീ MDM അടിക്കുന്ന ഒരു അലവലാതി കാമുകനെ വിളിച്ചുകൊണ്ട് പോയി അയാളുടെ സ്വത്തുവകകളുടെ കണക്കെടുത്ത് എന്ന്. നിങ്ങളെ
അതിൻ്റെ ഇടയിൽ പാറ്റയ്ക്ക് പോലും കഥ കേൾക്കാൻ വന്നതാ. അവിടെ നിന്നോ. ഈ കേസ് കൊടുത്തിട്ട് കുറച്ച് ദിവസങ്ങളായി. ഈ പുള്ളിക്കാരൻ പോവൂലാത്രേ. പക്ഷെ ആ പുള്ളിക്കാരൻ പറയണത് ഞാൻ വിടൂലാത്രേ. റഹീം പറയണത് ഞാൻ വിടൂലാന്ന്, ഇവൻ പറയാണ് ഞാൻ പോവൂലാന്ന്. എന്തായാലും മോനെ നീ പോയേ മതിയാകും. ഇമാതിരി ഉറക്കവും ഇല്ല ഊണും ഇല്ല അല്ലേ. ഒരു മനുഷ്യനും ഇങ്ങനത്തെ ഒരു അവസ്ഥ കൊടുക്കാതിരിക്കട്ടെ, പറയാതിരിക്കാൻ വയ്യ. പിന്നെ ഞമ്മന്റെ മോളുടെ ചാനല് നമ്മൾ സബ് ചെയ്തിട്ടാ, നമ്മളത് ഓൾ ബട്ടൺ അമർത്തിയിട്ടുണ്ടിട്ടാ. എന്തായാലും ആ കൊച്ചിന്റെ മുഖത്ത് കുറച്ച് വെട്ടമൊക്കെ വന്നു കേട്ടാ. ഒരു ഭയം ആ കുട്ടിയുടെ മുഖത്ത് വിട്ടുമാറിയിട്ടുണ്ട്. സ്വാതന്ത്ര്യത്തോടുകൂടി ചിന്തിക്കാനും പ്രവർത്തിക്കാനും തുടങ്ങിയതുപോലെ അവൾ ഓടുകയും ചാടുകയും കളിക്കുകയും ഒക്കെ ചെയ്യുന്ന വീഡിയോസ് ആ ചാനലിൽ കിടക്കുന്ന കണ്ടപ്പം ഭയങ്കര മനസ്സിനൊരു കുളിർമ. എന്തായിരുന്നു ചങ്ങലക്കിട്ട മൃഗത്തിനെ പോലെ കെട്ടിപ്പൂട്ടി വെച്ചിട്ട് അതിനൊന്ന് ശ്വാസം വിടാൻ പോലും പേടിയായിരുന്നു. അതൊന്നും മുഖം ഇങ്ങനെ ഒന്നും ചിരിക്ക പോലും ചെയ്തിട്ടില്ല. ആ കുട്ടി ഇപ്പം ചിരിക്കുന്ന നോക്ക്, കളിക്കുന്ന നോക്ക്. ആഹാ, എന്തിനാന്ന് മക്കളെ വളർത്തുന്നത് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അതിന് ചിരിക്കാനും കളിക്കാനും ഒക്കെ സ്വാതന്ത്ര്യം കൊടുക്കണം. കുട്ടികളായിരിക്കുമ്പോഴല്ലേ അവർ കളിക്കുകയും ചിരിക്കുകയൊക്കെ ചെയ്യേണ്ടത്. പിന്നെ മുതുക്കന്മാരെ കല്യാണം കഴിച്ചതിന് ശേഷമാണ് കളിക്കുകയും ചിരിക്കുകയും ചെയ്യേണ്ടത്. കുട്ടികളെ കുട്ടികളായി വളരാനായിട്ട് അനുവദിക്കുക എന്നുള്ളതാണ്. നിനക്ക് എവിടെയാണ് തെറ്റുപറ്റിയതെന്നറിയാമോ? കുട്ടികളെ നിന്റെ ഇഷ്ടത്തിന് പഠിച്ചാൽ മതി. കുട്ടികൾ പിന്നെ എപ്പോഴാ കളിക്കുന്നേ? കുട്ടികൾക്ക് കളിച്ച് വളരണ്ടേ? എന്തായാലും ആ കൊച്ച് കുറെ മൊഴിയും കൊടുത്ത് അത് രക്ഷപ്പെട്ട് അത് പോയിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള മക്കൾ പോവാതിരിക്കാൻ വേണ്ടി ഡെയിലി കൊണ്ടുപോയി കുബൂസും മയോണൈസും അടിച്ചെണ്ണാക്കിലോട്ട് കയറ്റി കൊടുക്കുന്നുണ്ട്. എന്നാലും മോളെ, ഇവര് തിരിച്ചറിയുന്ന ഒരു പ്രായം വരും, തിരിച്ചറിവിന്റെ ഒരു പ്രായം വരും. അന്ന് നിനക്ക് എന്തായാലും പാലും വെള്ളത്തിൽ പണി കിട്ടും. എന്തായാലും എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടുണ്ട്, ഹാപ്പി ആയിട്ടുണ്ട്. ഒരു ജാതി